CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് CPM-നും SFI-ക്കും ധനവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനമുള്ളത്. സിവിൽ സപ്ലൈസ് വകുപ്പിന് ഞെരുക്കാൻ ധനവകുപ്പ് കൂട്ടുനിൽക്കുകയാണ്. മുകേഷിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM രാഷ്ട്രീയ പക്വത കാണിച്ചില്ല. ഇടത് രാഷ്ട്രീയത്തിന് ചേരാത്ത നിലയിലും തുടർഭരണം ആഗ്രഹിക്കാത്ത നിലയിലും കോളേജുകളിൽ SFI ജനാധിപത്യ ധ്വംസനം നടത്തുകയാണെന്നും ഇന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന രാഷ്ട്രീയ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, CPI-യുടെ ജില്ലാ യോഗത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുള്ളത്. ഏതൊക്കെ വകുപ്പുകളെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങളാണുള്ളത്? കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ച് ഇന്ന് പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഇതിൽ അവതരിപ്പിക്കാൻ പോകുന്ന രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് CPM-നും ഒപ്പം തന്നെ ധനവകുപ്പിനും മാത്രമല്ല SFI-ക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളുള്ളത്. ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന സിവിൽ സപ്ലൈസ് വകുപ്പിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് ധനവകുപ്പിന്റെ സഹകരണമില്ലാത്തത് കൊണ്ടാണെന്നുള്ളതാണ് ഒരു പ്രധാന വിമർശനം. കാരണം ആവശ്യത്തിന് ഫണ്ട് നൽകുന്നതിനും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഈ ധനവകുപ്പ് ഇടങ്കോലിടുന്നത് കൊണ്ടാണ് അക്കാര്യങ്ങളിലൊന്നും കൃത്യമായി കാര്യങ്ങൾ നടക്കാത്തത് എന്നുള്ളതാണ് പ്രധാനമായി ആ രാഷ്ട്രീയ റിപ്പോർട്ടിൽ ഒരു വിമർശനമായി പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്ന മുകേഷിനെതിരെ വലിയ വിമർശനം വരുന്നുണ്ട്. മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം CPM-നുള്ളിൽ പോലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയൊരു തോൽവിയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയത്ത് തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. CPI മത്സരിച്ച മാവേലിക്കര മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കാണിച്ചു. കൊല്ലം ജില്ലയിൽ വരുന്ന വിവിധ നിയോജക മണ്ഡലങ്ങളിൽ മുന്നേറ്റമുണ്ടായി. കൊട്ടാരക്കര, കുന്നത്തൂർ ഉൾപ്പെടെയുള്ളിടത്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതും എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് SFI-യും AESF-ഉം തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കൊല്ലം ജില്ലയിൽ നിലനിൽക്കുന്നത്. അത് പറയുന്നുണ്ട്. അതായത് LDF സർക്കാരിന് ഒരു മൂന്നാം തവണ അധികാരത്തിലേക്ക് വരുന്നതിന് എങ്ങനെ ഇടംകൊള്ളിടാം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് SFI മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ കോളേജുകളിലൊക്കെ മറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾക്ക് പ്രധാനമായും LDF മുന്നണിയിൽ തന്നെ നിൽക്കുന്ന ഒരു മുന്നണിക്ക് അവിടെ ഭരണം നടത്താൻ പോലും അനുമതി നൽകാത്തത് എന്നുള്ളതും ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ വിമർശനമായി പറയുന്നു. ദിവ്യ.